ഫുട്ബോളാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പമുണ്ട്. നാടൊക്കെ തന്നെ ഫുട്ബോൾ ആവേശമാണ്. ആ ആവേശത്തിനിടയിൽ അല്പം കുട്ടികൾക്കൊപ്പം വിനോദവും ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ മോട്ടോർ വാഹന വകുപ്പ് കുട്ടികൾക്ക് 2 ഫുട്ബോൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു പന്ത് എടുത്ത് കാണിക്കുന്നത് നമ്മുടെ തന്നെ സോക്കർ സാഗ എന്ന് പറയുന്ന രാവിലെ നടത്തുന്ന അരുൺ സാറിൻ്റെ ആ പരിപാടിയിൽ സമ്മാനമായി നൽകുന്ന ഫുട്ബോളാണിത്. ഈ ഫുട്ബോളാണ് ഈ കുട്ടികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. ഈ പന്ത് എങ്ങനെ MVDയുടെ കയ്യിൽ എത്തിയെന്നൊരു ചോദ്യമുണ്ട്. MVDയിലെ സുരേഷ് എന്ന് പറയുന്ന സാർ 2 ദിവസം മുമ്പ് സോക്കർ സാഗയിലെ ചോദ്യങ്ങൾ കേട്ടു. അതിന് കൃത്യമായ ഉത്തരം നൽകി. അങ്ങനെയാണ് ഈ പന്ത് സുരേഷ് സാറിൻ്റെ കയ്യിലെത്തുന്നത്. ഈ പന്ത് കുട്ടികൾക്ക് കൈമാറുക എന്നതാണ് MVD ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പന്ത് എത്തേണ്ട കൈകളിലേക്ക് തന്നെ എത്തിക്കാനാണ് സുരേഷ് സാർ ഉദ്ദേശിക്കുന്നത്. സാർ എന്തായി പന്ത് പിള്ളേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? അത് നമ്മൾ ഈ ഫുട്ബോൾ മാമാങ്കം നടക്കുന്ന ഒരു കാലത്ത് കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം മറ്റ് ലഹരികളിലൊന്നും പോയിരിക്കാൻ ഏറ്റവും വലിയ ലഹരി ഏറ്റെടുക്കേണ്ട ഫുട്ബോളും സ്പോർട്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുട്ബോൾ കുട്ടികളുടെ കൈകളിലെത്തുന്നതോടുകൂടി അവർക്ക് ഞങ്ങൾ നൽകുന്ന ഒരു അവബോധവും കൂടിയാണ്. അതോടൊപ്പം റോഡ് സുരക്ഷയെക്കുറിച്ച് നൽകുന്ന അവബോധം, അത് രണ്ടും ഒരുമിച്ച് കൊണ്ട് ഒരു പ്രോഗ്രാമായിട്ട് നടത്താൻ വേണ്ടി നമ്മൾ RTO. സാർ എങ്ങനെ ഇതിന് ഉത്തരം പറഞ്ഞേ? ഇതിന് ഉത്തരം 1998 ഞായറാഴ്ചയാണ് ചോദിച്ചത്. 1998 എത്ര ടീമുകളാണ് പങ്കെടുത്തിരുന്നത് എന്നാണ് ചോദിച്ചത്. അത് കൃത്യമായിട്ടൊരു ആൻസറുണ്ട്. കാരണം 1998 ആദ്യമായിട്ട് TV-യിൽ ഞാൻ ഈ ഫുട്ബോൾ കാണുന്നത്. അപ്പോൾ അന്ന് ക്രൊയേഷ്യ എന്നൊരു ടീമാണ് ആദ്യം കളിക്കാൻ വന്നത്. പുറത്തുനിന്ന് വന്ന ടീം ക്രൊയേഷ്യയായിരുന്നു. എല്ലാവരും എഴുത്തള്ളിയ ടീമായിരുന്നു. ആ ക്രൊയേഷ്യ ടീം വരികയും വളരെ ഡേവർ സുഗർ എന്ന അവർ ഏറ്റവും പ്രശസ്തമായ താരം വളരെ മനോഹരമായി കളിച്ചുകൊണ്ട് സെമി ഫൈനൽ വരെ വന്നിട്ടാണ് അവർ പോകുന്നത്. 3-ാം സ്ഥാനം കൊണ്ടാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നപ്പോഴാണ് അത്രയും കളിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കളിയെ സ്നേഹിക്കുന്ന സുരേഷ് സാറിനാണ് ഈ പന്ത് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യം നേരെ പറയുന്നത് കൊല്ലത്തെ എൻഫോഴ്സ്മെന്റ് RTOയുടെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു സ്കൂളിൽ പോകാം, ഒരു ബോധവൽക്കരണം നടത്താം. ഈ ബോധവൽക്കരണം 2 കാര്യങ്ങളാണ്. ഒന്ന് തൂഫാനുണ്ട്, മറ്റേത് ട്രാഫിക് ബോധവൽക്കരണം. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ കിട്ടി, അത് കുട്ടികളുടെ ഇടയിൽ കൊടുക്കുന്നു, ഒപ്പം ബോധവൽക്കരണം നടക്കുന്നു. ഈ ഓണത്തിനിടയിൽ പുട്ടുവെച്ചോടോ അതാണോ? അതല്ല, ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് സംവദിക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞങ്ങൾ ഇത്തരത്തിൽ വിനിയോഗിച്ചു. രണ്ടാമത് ഈ കാലഘട്ടത്തിൻ്റെ ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള തൂഫാൻ, അതിനകത്ത് MVD പങ്കുചേരുന്നു. കുട്ടികൾക്കായിട്ടുള്ള ഈ ഡ്രഗ്സിനോട് നോ പറയുക, റോഡ് സേഫ്റ്റിയോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക, ഈ 2 സന്ദേശങ്ങളാണ് ഇതുവഴി. സാർ ഇതേപോലെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാറുണ്ട്? പക്ഷേ എനിക്ക് കിട്ടിയ ടൈമിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാറിന് സമയത്തിനകത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സുരേഷ് സാറ് പന്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പന്ത് ഈ കുട്ടികൾക്ക് തന്നെ കൊടുക്കും. സാറേ ഒന്ന് തട്ടാവോ? എന്തായാലും MVDയും ബോധവൽക്കരണത്തിന്റെ ഭാഗമാവുകയാണ്. ഈ റിപ്പോർട്ടർ ടിവിയുടെ ഈ പന്ത് അത് ക്രിസ്തുരാജ് സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറി കഴിഞ്ഞു. പിള്ളേരെ, നമുക്ക് ലഹരി എന്താ? ഫുട്ബോളാണോ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ലഹരി ഫുട്ബോൾ ആണെന്ന്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താറിനൊപ്പം റിപ്പോർട്ടർ AB ജയശങ്കർ.